ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത് 2 ടീച്ചർമാരാണ്. അതിൽ ഒരു ടീച്ചറാണ് ഈ കോൺഗ്രസിൻ്റെ അനുയായിട്ടുണ്ടായ വൈഫാണ്. അവർക്ക് അതിപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ ടീച്ചർക്ക് നടപടി എടുക്കണമെന്ന് പറയാണ്ട് ഈ മഞ്ചേശ്വരത്തിൻ്റെ AK അഷ്റഫ് ഒറ്റ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി ഉണ്ടല്ലോ. സവർക്കർ എന്തുകൊണ്ട് സവർക്കർ വരുമ്പോൾ ഇത്രക്ക് അവർക്ക് കത്തുന്നത് എന്തിനാണ്? എൻ്റെ ചോദ്യം അതാണ്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മോദിജി ഷൂട്ടാക്കിങ്ങിൽ പോലും വന്ദേ മാത്രം ഫുള്ള് പാടുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം രാഷ്ട്രത്തിനെ ദ്രോഹിക്കുന്ന ഒരു വിഷയങ്ങളല്ലേ. രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ സവർക്കർ ആവുന്നില്ല. രാജ്യത്തിൻ്റെ ഒരു സോങ് നമ്മളെ വന്ദേ മാത്രം അതും കൂടി ഫുള്ള് സ്റ്റാൻഡ പാടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർ ആൻറ്റി നാഷണലിസം അല്ലേ ആക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിൻ്റെ MLA മാരും അതേപോലെ കോൺഗ്രസിൻ്റെ MP മാർ ഇത്രക്ക് രാജ്യദ്രോഹ വർക്കുകൾ ചെയ്യുന്നത്? രാജ്യത്തിൽ ഭാരതത്തിൽ നിന്നുകൊണ്ട് ഭാരതത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ മാത്രമല്ല മില്യൺസിന്റെ ആൾക്കാർ ഭാരതത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാവരും ആരാധിക്കുന്ന വന്ദേ മാത്രം എന്തുകൊണ്ട് ഈ MP പാടുന്നില്ല എന്ന് പറയുന്നത്? ഒരു ഭാഗത്ത് VD സവർക്കറിന്റെ പേര് വന്നു കഴിഞ്ഞെങ്കിൽ എല്ലാ മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സ്മാർക്ക് കത്തുന്നത് നിങ്ങൾക്കറിയാമോ? അന്നത്തെ കമ്മ്യൂണിസ്റ്റിന്റെ ലീഡറായിട്ടുള്ള AKG ആണ് ഇദ്ദേഹത്തിന് വീർ സവർക്കർ എന്ന് പേര് കൊടുത്തത്. അന്നത്തെ ഇന്ദിരാഗാന്ധിജിയാണ് പറഞ്ഞിട്ടുള്ളത് ധീരനായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അന്നത്തെ കോൺഗ്രസ് ലീഡറും പിന്നെ കമ്മ്യൂണിസ്റ്റ് ലീഡർ ഇദ്ദേഹത്തിന് പുകഴ്ത്ത് പറഞ്ഞിട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ന് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ലീഡേഴ്സ് ആ ഹിസ്റ്ററിനെ മായ്ക്കുന്നുണ്ട്. ഒരിക്കലും ഹിസ്റ്ററിനെ മായ്ക്കാൻ പറ്റുന്നില്ല. ഹിസ്റ്ററി ഈസ് ഓൾവേസ് ഹിസ്റ്ററി. ഇപ്പോൾ എന്ത് വേണമെങ്കിലും മുസ്ലിം ലീഗിക്ക് പറയാം, അത് തിരുത്താൻ പറ്റുന്നില്ല. സോ ഞങ്ങളെ കുട്ടികൾക്ക് ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാ അധികാരമുണ്ട്, ഞങ്ങളെ മാസ്റ്റർമാർക്ക് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന എല്ലാ റൈറ്റ് ഉണ്ട്. അതിനെ പൊളിറ്റിക്കൽ പവർ യൂസ് ആക്കിക്കൊണ്ടോ മാസ്റ്റർമാരെ പേടിപ്പിച്ചിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് BJP ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ആസ് എ BJP ജില്ലാ പ്രസിഡന്റ് നമുക്ക് പറയാനുള്ളത് അതാണ്. തെറ്റായ ചോദ്യത്തിൽ ഓപ്ഷൻസ് അല്ലേ അവിടെ ഉള്ളത്. തെറ്റായ ചോദ്യം എന്ന് പറഞ്ഞ സാംഘികമായിട്ട് അത് ചോദ്യം മിസ്റ്റേക്ക് ആയിട്ട് ഓക്കെ. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്ത് തെറ്റായ ചോദ്യം നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് VD സവർക്കറിന്റെ പേര് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സ് ഇത്ര കത്തുന്നേന്ന് ചോദിക്കുന്നത്? അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടായിട്ടില്ലേ? VD സവർക്കർ ശിക്ഷ അനുഭവിച്ചിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ സവർക്കർ ശിക്ഷ അനുഭവിച്ചിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ച നേതാവ് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ചത് ചോദ്യം ഞാൻ പറഞ്ഞല്ലോ. അത് ഞങ്ങളിപ്പോ പറയുന്നത് എന്താണ്? VD സവർക്കറെ പുകഴ്ത്തി പറഞ്ഞതിന്റെ പേരിലാണ് അധ്യാപകനെ സസ്പെൻഷൻ ലെറ്റർ കൊടുത്ത് ഓർഡർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പറയുന്ന ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തത്? ലെറ്റർ അയച്ചിട്ടുണ്ടല്ലോ, ഓർഡർ വന്നിട്ട്. എന്തുകൊണ്ട് ഗുരുപ്രസാദിന് ഒരേ ചുമതല അല്ലല്ല AEOക്ക് ഫോർവേഡ് ആക്കിയിട്ടുണ്ട്. AEO എന്തുകൊണ്ടാണ് നോക്കാത്തത്? AEOക്ക് ഉണ്ടല്ലോ. അതെ, അത് വരട്ടെ. ഞങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ RSSൽ വർക്ക് എടുക്കുന്ന ടീച്ചേഴ്സ്മാരെതിരാണ് നിങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ. അത് അവിടെ കോൺഗ്രസിന്റെ ടീച്ചർ എന്തുകൊണ്ടാണ് അതേ അവരെ ഇത് കൊടുക്കാണ്ട്? പക്ഷേ ആ കമ്മിറ്റിക്കല്ല എടുക്കേണ്ടത്. ഗ്രൂപ്പിക്ക് എടുക്കേണ്ടത് ഒരാൾക്ക് മാത്രമല്ലല്ലോ എടുക്കേണ്ടത്. തുടരന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ അധ്യാപകർക്കും ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ നടപടിയിൽ എന്താണ് തെറ്റുള്ളത്? തെറ്റാണ്. VD സവർക്കർ എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഒറ്റ ആ സവർക്കറിന്റെ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ സസ്പെൻഷൻ ഓർഡർ വന്നത്. അല്ലെങ്കിലോ ഒരിക്കലും വരട്ടിയില്ല. നമ്മളെ ചോദ്യം അതാണ്. VD സവർക്കർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസ് ലീഡർക്ക് കത്തുന്നത് എൻ്റെ ചോദ്യമാണ്. അയാൾ സമര പോരാളി അല്ലേ? അദ്ദേഹം കൂടുതലായിട്ട് ജയിൽവാസത്തിൽ ഉണ്ടായല്ലോ ഒരാൾ. ആരാണ് ജയിൽവാസത്തിൽ ഉണ്ടായത് കൂടുതലായിട്ട്? ഞങ്ങളെ ചോദ്യമാണ്.
അപ്പൊ ഈ കുട്ടികൾക്ക് നമ്മളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിൽ നമുക്ക് പങ്കുണ്ട്, നമുക്ക് പഠിപ്പിക്കണം. തെറ്റായ ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം നൽകി എന്നുള്ളതാണ് പ്രശ്നം. ഈ പറയുന്ന ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ. അപ്പൊ അങ്ങനെ ചോദ്യവും തെറ്റാണ്, ഉത്തരവും തെറ്റാണ്. അപ്പൊ അതെങ്ങനെ അവർ പ്ലേസ് ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദ്യം വരും. അതെ, ഞങ്ങളതാ പറഞ്ഞുകൊണ്ടുള്ളത്. ഞങ്ങൾ ഇന്ന് പ്രതികരിക്കുന്ന കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. VD സർവർക്കറെ പുകഴ്ത്തിയതിന്റെ പേരിൽ, നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെയാണല്ലോ വാർത്ത ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. VD സർവർക്കറെ പുകഴ്ത്തിയതിന്റെ പേരിലാണ് സസ്പെൻഷൻ എന്നുള്ളത്. ഇതാണ് പറയുന്നത്. VD സർവർക്കറിന്റെ പേരിൽ ജയിൽ ശിക്ഷ, അതാണ് ഞങ്ങളും പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആൾ അതന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടുള്ളത്. ഞങ്ങൾ എവിടെയോ ഏറ്റവും കൂടുതൽ ശിക്ഷ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചാന്ന് ഞങ്ങൾ പറയുന്നുള്ളത്. അപ്പോൾ അവർക്ക് പറയാം, ഒരു മിനിറ്റ്, അവർക്ക് പറയാ. അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാണ്. VD സവർക്കറിന്റെ വിഷയം വന്നിട്ട് VD സവർക്കറിന്റെ പേരെടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടെ സസ്പെൻഷൻ കൊണ്ടുവന്നത്? ചോദ്യം തെറ്റാണ് പറയട്ടല്ലോ. പക്ഷെ അങ്ങനല്ല പറയുന്നത്. മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സും അവർ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ അല്ല. VD സവർക്കർ പേര് വന്നത് കൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ടുള്ള വിഷയം. അത് ഒരിക്കലും BJP അംഗീകരിക്കുന്നില്ല. VD സവർക്കർ ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാളാണ്, സമര പോരാളിയാണ്. ഇതിൻ്റെ ഹിസ്റ്ററി കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൂടി കൊടുക്കണം. ഈ ഹിസ്റ്ററിയെ തന്നെ, ഈ ഹിസ്റ്ററിനെ മാറ്റാൻ ഒരാൾക്കും പറ്റുന്നില്ല എന്ന് ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നുള്ളത്. നമ്മൾ ഏത് അറ്റത്തിന് പോയിട്ട് ഈ ടീച്ചറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് BJP നമ്മൾ കൂടെ നിന്നിട്ടുണ്ടാവും. അത് ഇന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായത്. ഞാൻ ജയിൽ ശിക്ഷ ഞാനും പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാനും ജയിൽ ശിക്ഷ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേ ഞങ്ങൾ പറയുന്നത്. ക്വസ്റ്റ്യൻ തെറ്റെന്ന് പറയട്ട്. എന്തുകൊണ്ട് VD സവർക്കർ നിങ്ങൾ നോക്ക്, മിഞ്ഞാൻ തൊട്ടിട്ട് വന്നോണ്ടുള്ള പേപ്പർ സ്റ്റേറ്റ്മെന്റിൽ VD സവർക്കർ അപ്പോൾ നിങ്ങൾ പറഞ്ഞ സർവർക്കറെ പുകഴ്ത്തി പറയുന്നതിനെതിരെ സസ്പെൻഷൻ കൊടുത്തു, അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ മാധ്യമങ്ങൾ? സർവർക്കറെ പുകഴ്ത്തിയതിന്റെ പേരിൽ പറഞ്ഞതിന്റെ പേരിൽ അധ്യാപകനെ സസ്പെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞതിനെ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങളപ്പോൾ? അപ്പൊ സർവർക്കർ ഈ രാജ്യത്തിന് വേണ്ടി സമരം നടത്തിയിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി സർവർക്കർ പോരാടിയിട്ടില്ല എന്നാണോ? സർവർക്കർ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടില്ല എന്നാണോ പറയുന്നത്? പിന്നെ ജയിൽ ശിക്ഷ ഞങ്ങൾ പറയുന്നത്. പക്ഷെ എവിടെയും ചോദ്യം തെറ്റിന്ന് വന്നിട്ടില്ല. സവർക്കറിനെ പുകഴ്ത്ത കൊണ്ടാണ് സസ്പെൻഷൻ വന്നിട്ടുള്ളത്. നിങ്ങൾ അത് കൂടി നോക്കണം. ചോദ്യം തെറ്റിയായത് കൊണ്ടെന്നല്ല, സവർക്കറിനെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടിലാണ് സസ്പെൻഷൻ വന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാം. അത് പറയട്ടെ. അപ്പം അത് പറയണം. തെറ്റായ ചോദ്യം എന്ന് പറയണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല മുസ്ലിം ലീഡേഴ്സ്മാർ? സവർക്കർ എന്തുകൊണ്ടാണ് സവർക്കറിന്റെ പേര് വന്നപ്പോൾ ഇങ്ങനെ ആക്കുന്നത്?